welcome back to my YouTube channel. I'm Ranjani Haridas, and today I'm back with yet another vlog on beauty, hair and skincare. Why? Well, I didn't know much. I watched the vlog, and comments and the comments said, Ranjani, face in India and that chain the good parnara. So, Yan chain the Gari Meniki Parnara, Mother Ningle skin type no suitable ano, and the Ningle and the Thirmanicana. Okay, so today it's going to be all about my face, people. Let's do this. എല്ലാവർക്കും അറിയാം നമ്മളുടെ ബേസിക് സ്കിൻ കെയർ റുട്ടീൻ എസ്പെഷ്യലി ഫേസ് കെയർ റുട്ടീനിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ക്ലെൻസിങ്, ടോണിങ്, പിന്നെ അപ്ലൈങ് സം സീറം, മോയ്സ്ചറൈസിങ്, and then there are a lot more things that you can include in this. Okay, now എൻ്റെ ഡ്രൈ സ്കിൻ ആണ്, സോ എൻ്റെ സ്കിൻ അനുസരിച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇപ്പം ഞാൻ പറയാം. ആദ്യം തന്നെ ക്ലെൻസിങ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മുഖം നന്നായി കഴുകുക എന്നതാണ് ക്ലെൻസിങ്ങിൻ്റെ അർത്ഥം, റൈറ്റ്? സോ ചെറിയ പ്രായത്തിൽ ആസ് യൂഷ്വൽ ഞാൻ ആരും പറയുന്നൊന്നും കേൾക്കത്തില്ലായിരുന്നു. വളരെ അപൂർവമായിട്ടേ സൂപ്പൊക്കെ ഇട്ട് മുഖം കഴുകാറുള്ളൂ. ബിക്കോസ് അപ്പം മേക്കപ്പ് ഒന്നും ഇടാറില്ല, വെറുതെ വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകും. ദാറ്റ് ഡസൻറ്റ് റിയലി ഹെൽപ്പ് ബിക്കോസ് കുറേ ഡേർട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ ഫേസിൽ വന്നിരിക്കും ഈവൻ ഇഫ് യു ഡോണ്ട് വെയർ എനി മേക്കപ്പ്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി നൈറ്റ് യു ഹാവ് ടു വാഷ് ഇറ്റ് ഓഫ്. സോ ഐ സ്റ്റിൽ റിമെമ്പർ ചെറിയ പ്രായത്തിൽ ഓഫ് കോഴ്സ് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സോപ്പും പ്രോഡക്ട്സും അമ്മ ഉപയോഗിച്ചിരുന്ന ഫേസ് വാഷും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുഖം കഴുകിയിരുന്നത്. അന്നൊന്നും ഫേസ് വാഷ് പോലും അമ്മ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇറ്റ് വാസ് വീട്ടിലുള്ള സോപ്പ്. സോ അതിനുശേഷം പതുക്കെ കുറച്ച് അറിവൊക്കെ വന്നപ്പം ഐ ഡിസൈഡഡ് ഓക്കെ എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കണം. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് പ്രോഡക്റ്റ് ദാറ്റ് ഈസ്. അങ്ങനെയാണ് ഫേസ് വാഷസ് കണ്ടെത്തിയത്. ഫേസ് വാഷ് മാർക്കറ്റിൽ എന്ത് ലഭ്യമാണെങ്കിലും ഐ വുഡ് ജസ്റ്റ് ബൈ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ്. പെർട്ടിക്കുലർ ടൈപ്പ് ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഇറ്റ് ഡിഡ്ന്റ് മാറ്റർ അറ്റ് ഓൾ ടു മീ. പക്ഷെ നൗ ആഫ്റ്റർ ഓൾ ലോഡ് years and a lot of എന്താ പറയുക എക്സ്പോഷർ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിൽ നമ്മൾ ഒന്ന് ശ്രദ്ധ പുലർത്തിയാൽ നന്നായിരുന്നു എന്ന്. ഫോർ ദ ലാർജർ പാർട്ട് ഓഫ് മൈ ലൈഫ് ഞാൻ ഫേസ് വാഷിനും അതുപോലെ തന്നെ ക്രീമിനും ഓയിലിനും ഒക്കെ യൂസ് ചെയ്തത് ജോൺസൺസ് ബേബി പ്രോഡക്ട്സ് ആണ്. അതെ, I used to really love them, yeah. But later on I realized that they are animal tested, they are not vegan. അങ്ങനെയൊക്കെ വന്നപ്പം പതുക്കെ ആ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിനോട് എൻ്റെ ഇൻട്രസ്റ്റ് ഒന്ന് കുറഞ്ഞു. അതിനുശേഷം ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു പ്രോഡക്റ്റ് ഇസ് ഓയിൽ ഓഫ് ഓലെ. ഓക്കെ, ലൈക്ക് ഓയിൽ ഓഫ് ഓലെ ഫേസ് വാഷ്. Right, as you can see ഇത് ഞാൻ അൺയൂസ്ഡ് ആയി വെച്ചിരിക്കുകയാണ്. ആൻഡ് അതിൻ്റെ കാരണവും പറയാം. ഞാനൊരു 5-8 വർഷം കണ്ടിന്യൂസ്ലി ഓയിൽ ഓഫ് ഓലെ പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യില്ലായിരുന്നു. പക്ഷെ ഓവർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ റിയലൈസ് ദാറ്റ് ദേ ആർ ഓൾസോ ആനിമൽ ടെസ്റ്റഡ്. അതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് യൂസിങ് ദം. It's just not what I want to do, but they're really good though. Oil of Olay. So this is something I used a lot. And now finally again a favorite face wash ennu parayanonnilla. I use a lot of Himalaya products, natural products, because they are not tested on animals. Adoru veliya factor aanu enike ippam njan shop cheyyumbam. And something I really liked using was Kama. Kama എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫോർ ഷുവർ, ബട്ട് ദേ ആർ റിയലി നൈസ് ടു യൂസ്. ഓക്കെ, സോ യു കുഡ് ഡെഫിനറ്റ്ലി ഗിവ് ഇറ്റ് എ ഗോ. ഇറ്റ്സ് സംതിങ് ഐ യൂസ് ടു ക്ലീൻ മൈ ഫേസ് ആസ് വെൽ. ജസ്റ്റ് മേക്ക് ഷുവർ നിങ്ങളുടെ സ്കിൻ എന്ത് ടൈപ്പാണ് അതനുസരിച്ചുള്ള ഫേസ് ക്ലെൻസേഴ്സ് ഫേസ് വാഷസ് വാങ്ങിക്കുക. ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ ലൈക്ക് മീ, ലോഷൻ ബേസ്ഡ് ക്ലെൻസേഴ്സ് ആയിരിക്കും ബെറ്റർ. സ്ക്രബ് ബേസ്ഡ് ഒക്കെ യൂസ് ചെയ്യാതിരിക്കുക എന്ന് എൻ്റെ സജഷൻ അതാണ്. എക്സ്ഫോലിയേഷൻ ബേസ്ഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഡ്രൈ ഔട്ട് യുവർ സ്കിൻ. നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ use it only once a week or something, because it's not really great for dry skin. As you know, I have really dry skin, so I have to take extra care of it all. So make sure you cleanse your face really well. ഞാൻ യൂസ് ചെയ്യുന്ന ബേസിക് പ്രോഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് is toning. ഞാൻ ജീവിതത്തിൽ ഒട്ടും ഒരു പക്ഷേ 100 ടൈംസിൽ മേ ബി ഐ വുഡ് ഹവ് ടോൺഡ് മൈ ഫേസ് 5 to 10 times. ഒരു 5-10% മാത്രമേ ലൈഫിൽ ഞാൻ ടോൺ ചെയ്തിട്ടുള്ളൂ. അഗൈൻ അതിന് കാരണം എനിക്ക് ഡ്രൈ സ്കിൻ ആണ്. ഡ്രൈ സ്കിനുള്ള ആൾക്കാർ ടോൺ ചെയ്താൽ മേ ബി ദ ടോണർ യു യൂസ് കുഡ് ഡ്രൈ ഔട്ട് your face, right? So അതുകൊണ്ട് I've always avoided that step. But again, if you want to use a good toner, you can use natural toners. Kama again is a great product. idalla I have toner കഴിഞ്ഞു. Some really nice spritz toners you will get. Try them out. കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇനി കാശ് പോക്കറ്റിൽ നിന്ന് എടുത്ത് കളയണ്ടെങ്കിൽ the best toner in life is rose water, you guys. Even
for dry skin, it works. Natural ana, you can buy them in any shop online. I've got this rose water pudiyai ഞാൻ വാങ്ങിച്ചതാണ്. This is from Khadi എന്ന് പറഞ്ഞൊരു brand. I don't know how it is. ഞാൻ try ചെയ്തിട്ടില്ല. But toner, rose water is a great toner. So you can try that as well. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൂടുതൽ ഒരു ശ്രദ്ധ പുലർത്താത്ത ഒരു ഏരിയ ആണ് ടോണിങ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു മച്ച് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഐ ഡോണ്ട് ഡു ഇറ്റ് മച്ച് അറ്റ് ഓൾ. നൗ കംസ് എൻ്റെ ഒരു റീസെൻറ്റ് ഡിസ്കവറി. ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഐ സ്വെയർ ബൈ ദിസ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ വിത്ത് ഡ്രൈ സ്കിൻ. ഗൈസ്, യൂസ് എ സീറം ഫോർ യുവർ ഫേസ്. They are the best. I mean, നമ്മൾക്കൊരു ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ഒക്കെ ആണെങ്കിൽ മോയ്സ്ചർ ലോക്ക് ഇൻ ചെയ്യാനും നമ്മൾക്ക് just for everything for your face, okay, a serum works wonders. I cannot stress the importance of it. So കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന serum is from this brand called L'Occitane, and the spelling is something else, but you pronounce it as L'Occitane, okay? As you can see, and their serum bottle is empty. There's nothing left in there. But അത് empty ആവാൻ കാരണം regularly ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് L'Occitane serum. It is so good for your face. I love it. I love it. In case you cannot buy L'Occitane, കുറച്ച് expensive ആണ്. I'm not exactly sure how much it costs. Kama, again, Kama is back. Kama has some amazing serums as well. I think this is the Kama serum. Kumkumadi serum aane. So all natural stuff. അതിൽ ബാക്കിയുണ്ട്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ്. റിയലി ഗ്രേറ്റ്. ഐ വുഡ് സേ രാത്രി മോർ ദൻ മോർണിംഗ്. യു കൻ ഡു ഇറ്റ് ഇൻ ദ മോർണിംഗ് ആസ് വെൽ. പക്ഷെ രാത്രി ക്ലെൻസ് ചെയ്ത് ടോൺ ചെയ്തതിന് ശേഷം അപ്ലൈ ദിസ് സീറം ആൻഡ് ജസ്റ്റ് ലൈക്ക് മസാജ് ഇറ്റ് ഇൻ ടു യുവർ സ്കിൻ ആൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഐ ലവ് ഇറ്റ്. യെസ്, ഇറ്റ് സ്മെൽസ് ഡിവൈൻ ഓൾസോ. പക്ഷെ തൽക്കാലം ഐ എം യൂസിങ് ദിസ്. ഐ എം ഫിനിഷിങ് ഇറ്റ് അപ്പ്. ഇല്ല, കഴിഞ്ഞു. Anyway, അപ്പോൾ ഇതിലേക്ക് തിരിച്ചു വരാം നമുക്ക്. Okay, so serum is a must for people with any skin. Use it for any skin. Oily skin, and I would say അതിന് വേണ്ട തരത്തിലുള്ള serum കണ്ടുപിടിക്കുക. I don't know about it at all. These are for dry skin. Okay, so definitely use a serum. I think it's a magical formula for your face. Now, in case pocket in the correct cash എടുത്ത് നമുക്ക് usually ഒരു serum, all these are like 2,000, 3,000 average, okay? It's expensive, I know, but what to do? Face nalladayirikano, appo you have to spend some money. No, actually, I'm not for that principle. Affordable item namukku face maintain cheyam. One of the best things you can use is a vitamin E serum. Adu veetil thanne undakam. You can mix it with jojoba oil, allengil you can mix it with vitamin C powder, mix it up with vegetable glycerine, aloe vera gel. Angane nirvadi കാര്യങ്ങൾ online information available ആണ്. Somebody I follow on this and ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് is makeup artist Ambika Pillai. She's got a killer formula for a face serum. Check out her vlog on the same. I think vitamin C solution ana. She uses vegetable glycerine and sometimes she adds vitamin E oil. It's beautiful. It looks lovely. ഇതുവരെ ഞാൻ അത് ഡയറക്ട്ലി യൂസ് ചെയ്തിട്ടില്ല, പക്ഷേ ഇറ്റ്സ് ഓൺ ദി അജണ്ട. ഞാൻ അതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചു ഓൾറെഡി. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഞാൻ വാങ്ങിച്ചു. ഐ ബോട്ട് ദ വെജിറ്റബിൾ ഗ്ലിസറിൻ. വൈറ്റമിൻ സി പൗഡർ കറക്റ്റ് ആയിട്ട് അസ്കോർബിക് ആസിഡ് വാങ്ങിക്കണം. സോ ദാറ്റ്സ് സംതിങ് യു കൻ ലുക്ക് ഇൻ ടു ആസ് വെൽ. യു കൻ മേക്ക് ഓൾ ദീസ് തിങ്സ് അറ്റ് ഹോം. കാശ് കുറെ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. സോ സ്റ്റെപ്പ് 3 സീറം ആൻഡ് നൗ സ്റ്റെപ്പ് 4 മോയ്സ്ചറൈസർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങളിൽ ഒന്നാണ് മോയ്സ്ചറൈസിങ്. വൈ? ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻ്റെ ഫേസിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജോൺസൺസ് ബേബി ലോഷനാണ്. ബേബിയുടെ സ്കിൻ വരും എന്ന് ഞാൻ വിചാരിച്ചു. So Johnson & Johnson's എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡായിരുന്നു. വൈ? ബിക്കോസ് ഐ തോട്ട് കുട്ടികൾ യൂസ് ചെയ്യല്ലേ, കൊച്ചുകുട്ടികളുടെ സ്കിൻ പോലെ എൻ്റെ സ്കിൻ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറേ വർഷം യൂസ് ചെയ്തതാണ്. ടൺ കണക്കിന് ജോൺസൺസ് ബേബി ലോഷൻ്റെ കുപ്പികളാണ് ഞാൻ വാങ്ങിച്ച് തീർത്തിരിക്കുന്നത്. ആൻഡ് ദെൻ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദേ ആർ നോട്ട് എക്സാക്ട്ലി ഗ്രേറ്റ്. വൈ? ബിക്കോസ് നിരവധി ടെസ്റ്റ് നടത്തിയപ്പം ചില പ്രോഡക്ട്സ് കാർസിനോജനിക് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഐ തിങ്ക് they test on animals and I'm not a big fan of animal cruelty, right? So ping, I stopped that. What to do? No choice. Then
പിന്നെ ഞാൻ മോയ്സ്ചറൈസറിന് വേണ്ടി എന്താണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതിനുശേഷം വീണ്ടും പറ്റിയ തെറ്റ്, ഓയിലോ പോലെ ഹാസ് എ റിയലി ഗുഡ് ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീം. ഓക്കെ, ഐ ഫിനിഷ്ഡ് ഓൾ മൈ പ്രോഡക്ട്സ്. അത് കഴിഞ്ഞു. ഇത് മാത്രമാണ് യൂസ് ചെയ്യാതിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കിറ്റ് കിട്ടും. യു ഗെറ്റ് എ ഫേസ് വാഷ്, എ ഡേ ക്രീം ആൻഡ് എ നൈറ്റ് ക്രീം. സോ യു വെയർ ദ ഡേ ക്രീം രാവിലെ, വെയർ ദ നൈറ്റ് ക്രീം രാത്രി, ആൻഡ് യു യൂസ് ദിസ് ഫേസ് വാഷ് whenever you wash your face. Okay, അത് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കിറ്റ് ആയിരുന്നു. ഐ യൂസ് ടു ക്യാരി ഇറ്റ് എവ്രിവെയർ, യൂസ് ഇറ്റ് ഓൾ ദ ടൈം. ബട്ട് ദെൻ അഗൈൻ ആനിമൽ ടെസ്റ്റഡ്, സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ബൈ ഇറ്റ്, ഡോണ്ട് ബൈ ഇറ്റ്. ഞാൻ പ്രോഡക്ട്സ് ഉള്ളത് കൊണ്ട് ഐ ഫിനിഷ് ഇറ്റ് അപ്പ്. പക്ഷേ ഇനി ഞാൻ വാങ്ങിക്കോ ഇല്ലയോ എന്നത് ഈസ് ഡൗട്ട്ഫുൾ. ആൻഡ് വെയർ ഇസ് ദാറ്റ് പ്രോഡക്റ്റ്? യാ, ഹിയർ. സോ ദിസ് ഈസ് എൻ ഓൾ ഡേ മോയ്സ്ചറൈസർ. ഞാൻ ഓൺലൈൻ വായിച്ചു, ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് 10 മോയ്സ്ചറൈസേഴ്സ് ആൻഡ് ഫേസ് പ്രോഡക്ട്സ് ഫോർ ദ സ്കിൻ. ബഡ്ജറ്റാണ്, അഫോർഡബിൾ ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ഈ ആനിമൽ ടെസ്റ്റിംഗ് ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മൂഡ് പോയി. വാട്ട് ടു ഡു? അങ്ങനെ ഓയിലെ പോലെയും പോയി. സോ ഇപ്പം ഞാൻ എന്താ ഫേസിൽ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ ഐ ഹാവ് നോ പ്രോഡക്റ്റ് ദാറ്റ് ഐ ഹാവ് ഫൗണ്ട് to use as a moisturizer, ഒരു റെഗുലർ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്നറിയാവോ, എൻ്റെ റെസ്റ്റ് ഓഫ് ദി സ്കിൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഗ്ലൈസോളിഡ്, ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യും. But I don't use it like in this format. And then a lotion format ille, adana lotion ഞാൻ apply ചെയ്യും, and I am happy. I have no problem. So ഒരു face specific ആയിട്ടുള്ള moisturizer unfortunately I am not using. പക്ഷെ അങ്ങനെ വല്ലതും കിട്ടുകയാണെങ്കിൽ I am sure I will use it as well. Once again, brands like Kama, brands like L'Occitane, ഇവർക്കൊക്കെ നല്ല ഫേസ് ക്രീംസ് ഉണ്ട്, നല്ല മോയ്സ്ചറൈസിങ് ക്രീംസ് ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണേ, വില ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ കുറച്ചൊരു പിശുക്കിയായതുകൊണ്ട് എനിക്ക് അതിനൊക്കെ ക്യാഷ് ചെലവാക്കാൻ കുറച്ച് മടിയാണ്. സോ നൗ ഐ എം ലുക്കിംഗ് അറ്റ് അനദർ അഫോർഡബിൾ മോയ്സ്ചറൈസർ. ആക്ച്വലി ഐ എം നോട്ട് ലുക്കിംഗ് ഫോർ ഇറ്റ് ബിക്കോസ് ഐ എം വെരി ഹാപ്പി വിത്ത് ഗ്ലൈസോളിഡ് ആൻഡ് മൈ ഫേസ് സീറം. ബട്ട് എന്നാലും സംതിങ് ടു ക്യാരി ഇൻ ദ ബാഗ് ഐ തിങ്ക് ഐ നീഡ് ടു ഫൈൻഡ്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ വല്ല ഡ്രൈ സ്കിന്നിന് പറ്റിയുള്ള ഒരു അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോയ്സ്ചറൈസർ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ പ്ലീസ് ഡു സജസ്റ്റ് ഇറ്റ്. ഐ എം വെരി ഹാപ്പി വിത്ത് വട്ട് എവർ ഐ ഹാവ്. ഓക്കെ, ബട്ട് എന്നാലും if you guys think there's something out there that I could use, do let me know. Cool, it's a deal. And finally, step number 5. ഞാൻ ഒട്ടും ചെയ്യാത്ത സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ മടിക്കുന്നത്. Wear sunscreen. Yes people, sunscreen ഇടുന്നത് ഭയങ്കര നല്ലതാണെന്ന് ആൾക്കാർ എടുത്ത് പറയും. പക്ഷെ ഞാൻ ഒട്ടും ചെയ്യാത്തൊരു കാര്യമാണ്. I don't wear sunscreen any day. ഈ ഒരു ബീച്ച് ഹോളിഡേസിലൊക്കെ പോകുമ്പോൾ ഐ ബൈ സൺസ്ക്രീൻ, എസ്പെഷ്യലി ഇഫ് യു ആർ ഗോയിങ് സ്വിമ്മിങ്. അങ്ങനത്തെ ഒരു സംഭവത്തിൽ മാത്രമേ ഞാൻ ഫുൾ ഹെഡ് ടു ടോ സൺസ്ക്രീനിൽ കുളിക്കാറുള്ളൂ. ആൻഡ് ഐ യൂസ് ബനാന ബോട്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ഹൈ SPF സ്റ്റഫ്. പക്ഷേ ഓൺ എ ഡെയിലി ലൈഫ് SPF ഉള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. സോ ഐ ഹാവ് നോ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഓഫ് ഹൗ ഗുഡ് ഇറ്റ് ഈസ്. ഐ ഗെസ് ഇഫ് യു ആർ വറീഡ് അബൌട്ട് യുവർ സ്കിൻ യു ഷുഡ് യൂസ് ഇറ്റ്. പക്ഷേ ഐ ഹാവ് നോ ഓൺ ഹാൻഡ് experience. So that's my journey about my face. Yeah, so very simple: cleanse, tone, serum, moisturize, sunscreen. That is your 5-step process. പിന്നെ അതിനിടയിൽ നിങ്ങൾക്ക് ഐസിന് ഇഷ്ടമുണ്ടെങ്കിൽ ഐ ക്രീം യൂസ് ചെയ്യാം. ഇഫ് യു ഹാവ് ആക്നെ, സ്പോട്ട് ഇഷ്യൂസ്, സ്പോട്ട് ട്രീറ്റ്മെന്റിനുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാം. അതൊക്കെയുണ്ട്, കുറേ പ്രോഡക്ട്സ് ഉണ്ട് നമ്മുടെ മാർക്കറ്റിൽ. പക്ഷെ നമ്മളുടെ സ്കിന്നിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കണ്ടെത്തുക എന്നതാണ് നമ്മളുടെ ഒരു ജോലി, അല്ലേ? ആൻഡ് എന്തൊക്കെ പറയുകയാണെങ്കിലും അവസാനം ഞാൻ പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഇതിനൊക്കെ കുറേ ടൺ കണക്കിന് കാശ് എടുത്ത് സ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എൻ്റെ മക്കളെ. ഇതിനുള്ള സൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ആ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി യൂസ് ചെയ്യാനുള്ള പ്രോഡക്ട്സ് ആണ്. There are so many varieties of it available, whether it's from spices or vegetables or fruits or products available in the kitchen. You can make your own face related products to use, and that will be the best because adula chemicals അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഡെഫിനറ്റ്ലി ആ ഓൾട്ടർനേറ്റീവ്സും ട്രൈ ചെയ്യുക. ആൻഡ് ഐ തിങ്ക് എൻ്റെ സ്കിൻ, എൻ്റെ ഫേസ്, എൻ്റെ ഹെയർ ഏറ്റവും കൂടുതൽ ഈ 3 കാര്യവും ഡീസെൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് എൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. സോ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സിന് ഞാൻ പോകുമ്പം ഐ ഡു സെപ്പറേറ്റ് തിങ്സ് ഫോർ മൈ ഫേസ്, ഫോർ മൈ ഹെയർ, ധാര മുടിക്ക് വേണ്ടി, അതുപോലെ തന്നെ ഫേസിന് വേണ്ടി ദേ ഹാവ് ഓൾ ദീസ് ലവ്ലി ഓയിൽ മസാജസ്, നസ്യം, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സോ ഡെഫിനറ്റ്ലി മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഒരു ആയുർവേദ മസാജിന് പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിന്
ഇറ്റ്സ് യുവർ ബോഡി, സ്കിൻ ഓർ ഹെയർ, അതിനെ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യും. ഔട്ട്സൈഡ് മാത്രമല്ല, ഫിസിക്കൽ ബോഡി മാത്രമല്ല, ഇന്റേണലിയും വളരെ വലിയ രീതിയിൽ ആയുർവേദം നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ യാ, there you go. That was all about my face and my face routine. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ. നിങ്ങളെ പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെയും ലൈഫിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ മിസ്റ്റേക്സിൽ നിന്നും പഠിച്ച് വന്നെത്തിയതാണ്. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ സോ കോൾഡ് ബ്യൂട്ടി റെജിമൻ എന്നൊക്കെ പറയില്ലേ, ഹെയർ കെയർ, സ്കിൻ കെയർ എന്നൊക്കെ പറയില്ലേ, അതിൽ ആദ്യമൊക്കെ ഞാൻ എന്ത് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒട്ടും ശ്രദ്ധിക്കില്ലായിരുന്നു. അതിലെന്താണ് കണ്ടന്റ്സ്, അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് ആനിമൽ ടെസ്റ്റഡ് ആണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ലായിരുന്നു. പക്ഷേ as I started growing up, കുറച്ചുകൂടെ അറിവും ഇൻഫർമേഷനും ഒക്കെ ലഭിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ കെയർഫുൾ ആയി തുടങ്ങി. അതുകൊണ്ട് ഇപ്പം ഞാൻ ബൈ ചെയ്യുന്ന പ്രോഡക്ട്സിൽ ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒറ്റൊരു കാര്യം ഈസ് ദാറ്റ് ഐ പ്രിഫർ കെമിക്കൽ ഫ്രീ മാക്സിമം ആൻഡ് വിതൗട്ട് ഇറ്റ് ബീങ് ടെസ്റ്റഡ് ഓൺ ആനിമൽസ്. സോ അങ്ങനത്തെ പ്രോഡക്ട്സ് സജഷൻസ് ആയിരിക്കും ഞാൻ വെൽക്കം ചെയ്യുക. ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഗോട്ട് ടൈം ഫോർ ടുഡേ ഓൺ ദിസ് വ്ലോഗ്. നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ മേക്ക് ഷുവർ യു ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Tell me about your suggestions in the comment section, and future videos കാണണമെങ്കിൽ you know what to do. Hit on the bell icon. Cool. Lots of love. Take care. Stay beautiful. I love you guys. Mwah. Ta-da.